ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ അതിർത്തിയിൽ നിന്ന് വെറും 50 കിലോമീറ്റർ അകലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജല ബോംബ് ചൈന നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് പാശ്ചാത്യ മാധ്യമങ്ങളുടെയോ ഇന്ത്യയുടെയോ ആരോപണമല്ല, മറിച്ച് ചൈനീസ് സർക്കാരിന്റെ സ്വന്തം ഗവേഷകർ തന്നെ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന പണിയുന്ന പുതിയ കൂറ്റൻ അണക്കെട്ട് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ആകെ തുടച്ചു നീക്കാൻ ശേഷിയുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണ് അതിർത്തിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ടിബറ്റിലെ മൊഡോക് കൗണ്ടിയിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ചൈന ഈ കൂറ്റൻ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നത്. ഏകദേശം $137 ബില്യൺ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി ഇത് മാറും. ചൈനയിലെ പ്രശസ്തമായ ത്രീ ഗോർജ് അണക്കെട്ടിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി, അതായത് 60,000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2024 ഡിസംബറിൽ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച ഈ പദ്ധതിയുടെ നിർമ്മാണം 2025 ജൂലൈയിൽ ആരംഭിച്ച് 2033 പൂർത്തിയാക്കാനാണ് ചൈനീസ് പ്ലാൻ. എന്നാൽ ഈ സ്വപ്ന പദ്ധതി ചൈനയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകുമെന്നാണ് ചൈനയുടെ തന്നെ പുതിയ പഠനങ്ങൾ പറയുന്നത്. സെഡിമെന്റോളജി, ജിയോളജി ആൻഡ് ചെതിയൻ ജിയോളജി എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനപ്രകാരം ഈ കൂറ്റൻ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പാഴേൻ ഫോൾട്ട് എന്ന സജീവമായ ഒരു ഭൂകമ്പ വിള്ളലിന് മുകളിലാണ്. ഈ പ്രദേശം ചൈനയിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ്. 2017 ഇവിടെ 6.9 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായത് ഇതിന് തെളിവാണ്. ഭൂമിക്കടിയിലെ നിരന്തരമായ ഇത്തരം ചലനങ്ങൾ കാരണം അവിടുത്തെ പാറകൾക്ക് വലിയ രീതിയിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അണക്കെട്ടിൻ്റെയും അതിൻ്റെ മുകളിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളത്തിൻ്റെയും ഭാരം താങ്ങാൻ ആ പ്രദേശത്തിന് കഴിഞ്ഞേക്കില്ല എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദുർബലമായ ഈ മണ്ണിൽ വൻതോതിലുള്ള ഉരുൾപൊട്ടലുകൾക്ക് മണ്ണിടിച്ചിലിനും ഇത് കാരണമാകും. തുടക്കത്തിൽ ഇന്ത്യയുടെ പ്രധാന ആശങ്ക ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞു നിർത്തി അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും വരൾച്ചയിലേക്ക് തള്ളിവിടുമോ എന്നായിരുന്നു. എന്നാൽ ജലവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ കാത്തിരിക്കുന്ന യഥാർത്ഥ ഭീഷണി അതല്ല എന്നാണ്. ബ്രഹ്മപുത്രയിലെ ആകെ ജലത്തിന്റെ 10 മുതൽ 15% മാത്രമേ ടിബറ്റിൽ നിന്ന് വരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇന്ത്യയിൽ മഴയിൽ നിന്നും പോഷക നദികളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതിനാൽ നദി തടഞ്ഞു നിർത്തിയാൽ അത് ചൈനയിൽ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാനേ ഉപകരിക്കും. പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ പേടി ഈ അണക്കെട്ടിന്റെ തകർച്ചയിലാണ്. സജീവമായ ഒരു ഭൂകമ്പ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൂറ്റൻ ഡാമിന് ഭൂചലനത്തിലോ മണ്ണിടിച്ചിലോ എന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ അതിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം അതിർത്തി കടന്ന് അരുണാചൽ പ്രദേശിലേക്കും ആസാമിലേക്കും ഒടുവിൽ ബംഗ്ലാദേശിലേക്കും പാഞ്ഞെത്തും. സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയൊരു പ്രളയ സാധ്യതയായിരിക്കും ഇത് ഇന്ത്യക്ക് സമ്മാനിക്കുക. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അടുത്ത സുഹൃത്തായ ചൈനയുടെ ഈ നിർമ്മാണ നീക്കങ്ങളെ വളരെ ഗൗരവത്തോടെയും സംശയത്തോടെയുമാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഭൂകമ്പ മേഖലയിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജലബോംബ് ഒരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള വലിയൊരു ചോദ്യചിഹ്നം കൂടിയാണ്.